നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ലേസർ പ്രിൻ്ററാണ്. എന്തുകൊണ്ടാണ് ലേസർ പ്രിൻ്റർ എന്ന് വിളിക്കുന്നത്? അല്ലെ ഒരു പ്രിൻ്ററിനകത്ത് ലേസർ എന്താ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലേസർ പ്രിൻ്ററിനകത്ത് നമുക്കൊരു കോപ്പിയർ ഡ്രം ഉണ്ട്. ഈ കോപ്പിയർ ഡ്രമ്മിൽ നിന്നാണ് പേപ്പറിലേക്ക് നമ്മൾ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ലേസർ പ്രിൻ്ററിനകത്ത് നമുക്കൊരു കോപ്പിയർ ഡ്രം ഉണ്ട്. കോപ്പിയർ ഡ്രമ്മിൽ നിന്നാണ് പേപ്പറിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഇമേജ് ഈ കോപ്പിയർ ഡ്രമ്മിലേക്ക് ഇംപ്രിൻ്റ് ചെയ്യുന്നത് ലേസർ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ലേസർ പ്രിൻ്റർ എന്ന് വിളിക്കുന്നത്. വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയും. പക്ഷേ ലേസർ പ്രിൻ്റർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് കോപ്പിയർ ഡ്രം ഉണ്ട്. കോപ്പിയർ ഡ്രമ്മിൽ നിന്നാണ് പേപ്പറിലേക്ക് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഇമേജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോപ്പിയർ ഡ്രമ്മിലേക്ക് എങ്ങനെയാണ് ഇമേജ് ഇംപ്രിൻ്റ് ചെയ്യുന്നത്? കോപ്പിയർ ഡ്രമ്മിലേക്ക് ലേസർ വഴിയാണ് ഇമേജ് ഇംപ്രിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻ്ററിനെ ലേസർ പ്രിൻ്റർ എന്ന് വിളിക്കുന്നത്. ഇനിയുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്, ലേസർ പ്രിൻ്റർ ഇങ്ക് യൂസ് ചെയ്യുന്നുണ്ടോ? ലേസർ പ്രിൻ്റർ ഇങ്ക് അല്ല യൂസ് ചെയ്യുന്നത്. ലേസർ പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് എന്താണ്? കളേർഡ് പൗഡറാണ്. ലേസർ പ്രിൻ്റർ യൂസ് ചെയ്യുന്ന കളേർഡ് പൗഡറിനെ വിളിക്കുന്ന പേരാണ് ടോണർ എന്നാണ് വിളിക്കുന്നത്. ലേസർ പ്രിൻ്റർ യൂസ് ചെയ്യുന്ന കളേർഡ് പൗഡറാണ് ടോണർ. അത് ഇങ്ക്, ലിക്വിഡ് ഇങ്ക് അല്ല യൂസ് ചെയ്യുന്നത്, ടോണറാണ് യൂസ് ചെയ്യുന്നത്. ലേസർ പ്രിൻ്റർ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ലേസർ പ്രിൻ്റർ ആണ് എഫിഷ്യൻറ്റും അതുപോലെ കോസ്റ്റ് എഫക്റ്റീവും. ഇനി നമുക്ക് ലേസർ പ്രിൻ്ററിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ പ്രിൻ്റർ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിലോ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിലോ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്? പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ പ്രിൻ്റർ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. പ്രിൻ്റർ മെമ്മറിയിൽ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി പ്രിൻ്റർ വാമപ്പ് ആവാൻ തുടങ്ങും. പ്രിൻ്റർ വാമപ്പ് ആവാൻ തുടങ്ങുന്ന സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പ്രിൻ്റർ വാമപ്പ് ആയാലേ ഉള്ളൂ കൊറോണ വയർ, പ്രിൻ്ററിനകത്തുള്ള കൊറോണ വയർ ഹീറ്റപ്പ് ആവത്തുള്ളൂ. ഈ കൊറോണ വയർ ഹീറ്റപ്പ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൊറോണ വയർ പോസിറ്റീവ് സ്റ്റാറ്റിക് ചാർജിനെ ഡ്രമ്മിലേക്ക് കൊടുക്കും. സോ പ്രിൻ്റർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രിൻ്റർ വാമപ്പ് ആവും. പ്രിൻ്റർ വാമപ്പ് ആവുന്നത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്താ? പ്രിൻ്റർ വാമപ്പ് ആവുക എന്ന് വെച്ചാൽ കൊറോണ വയർ ഹീറ്റപ്പ് ആവും. കൊറോണ വയർ ഹീറ്റപ്പ് ആയിട്ട് കൊറോണ വയർ പോസിറ്റീവ് സ്റ്റാറ്റിക് ചാർജിനെ ആർക്ക് കൊടുക്കും? ഡ്രമ്മിന് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡ്രം എന്ന് പറയുന്നത് എന്താ? ഡ്രം എന്ന് പറയുന്നത് ഒരു കോട്ടഡ് മെറ്റൽ സിലിണ്ടർ ആണ്. ഡ്രം എന്ന് പറയുന്നത് കോട്ടഡ് മെറ്റൽ സിലിണ്ടർ ആണ്. ഇത് പതുക്കെ റോൾ ചെയ്യാൻ തുടങ്ങും. ഇത് റോൾ ചെയ്യുമ്പം ഇതിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇതിൻ്റെ ഹോൾ സർഫസിൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ചില പ്രിൻറ്റേഴ്സിൽ 4 ഡ്രം ഉണ്ടാവാറുണ്ട്. അതായത് സിയാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്, ഈ 4 കളേഴ്സിന് വേണ്ടി 4 ഡ്രം ഉണ്ടാവാറുണ്ട്. അപ്പം ഈ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഡ്രം റോൾ ചെയ്യാൻ തുടങ്ങും. ഡ്രം റോൾ ചെയ്യുമ്പം ഡ്രമ്മിന് മൊത്തത്തിലൊരു പോസിറ്റീവ് ചാർജ്, ഡ്രമ്മിൻ്റെ ഹോൾ സർഫസിലൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ ലേസർ ആക്ടിവേറ്റ് ആവും. ലേസർ ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താ പറ്റുന്നത്? ലേസർ ആക്ടിവേറ്റ് ആയിട്ട് ലേസർ ഒരു മിററിലേക്കാണ് ചെന്ന് തട്ടുന്നത്. ഈ മിറർ ലേസറിനെ റിഫ്ലക്റ്റ് ചെയ്യും. ലേസർ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത്, നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ആ സാധനം നേരെ ലേസർ വഴിയാണ് മിററിൽ ചെന്ന് തട്ടി ഡ്രമ്മിലേക്ക് വരുന്നത്. നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട സാധനത്തിനെ ഡ്രമ്മിലേക്ക് പതിപ്പിക്കുന്ന ആരാണ്? അത് ലേസറാണ്. ഇനി ഈ ലേസർ വന്ന് പതിച്ച ഡ്രമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എവിടേക്കാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. നമ്മുടെ ഡ്രം ആദ്യം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. അപ്പോൾ ലേസർ വന്ന് സീരീസ് ഓഫ് മിററിൽ തട്ടി എന്ത് ചെയ്യും? ഡ്രമ്മിലേക്ക് വന്ന് പതിക്കും. ഈ ഡ്രമ്മിലേക്ക് ലേസർ പ്രിൻ്റ് ചെയ്യേണ്ട സാധനത്തിനെ ഇംപ്രിൻ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ചെയ്യേണ്ട ഇമേജിനെ ലേസർ ഡ്രമ്മിലേക്ക് ഇംപ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടേക്കാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഇപ്പോൾ ഡ്രമ്മിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. സോ പ്രിൻ്റ് ചെയ്യേണ്ടാത്തിടം പോസിറ്റീവ് ചാർജും പ്രിൻ്റ് ചെയ്യേണ്ടിടം നെഗറ്റീവ് ചാർജുമാണ്. നമ്മുടെ ടോണർ കാർട്രിഡ്ജിനകത്തുള്ളത് പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ടോണർ പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മുടെ ടോണർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, അത് ഇങ്ക് പാർട്ടിക്കിൾസ് ആണ്. ലിക്വിഡ് ഇങ്ക് അല്ല, ഡ്രൈ ഇങ്ക് ആണ്. ഇങ്ക് പൗഡറാണ് ടോണർ. അപ്പോൾ ഈ ടോണർ കാർട്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ടോണർ പാർട്ടിക്കിൾസ് ആണ്. നമ്മുടെ ടോണർ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ടോണർ പാർട്ടിക്കിൾസ് ആണ്.
അപ്പം ഡ്രമ്മിൻ്റെ എവിടേക്കാണോ നെഗറ്റീവ് ചാർജ് ഉള്ളത് അവിടെയൊക്കെ എന്ത് ചെയ്യും? അവിടെയൊക്കെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഡോണർ പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യും. സോ ഡ്രമ്മിൻ്റെ എവിടേക്കാണോ നെഗറ്റീവ് ഉള്ളത് അവിടെയൊക്കെ എന്തിനെ അട്രാക്റ്റ് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഡോണർ പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഡ്രം എങ്ങനെയാണ്? അതായത് ഫസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡ്രം ആയിരുന്നു. അതിൻ്റെ എവിടേക്കാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ പിന്നീട് ലേസർ വന്ന് തട്ടി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. ഇപ്പോൾ ടോണർ പാർട്ടിക്കിൾസ് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞതോടെ എവിടേക്കാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അവിടെ നെഗറ്റീവ് ചാർജ് ആയിരുന്നിടം പോസിറ്റീവ്ലി ചാർജ്ഡ് ടോണർ പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്തു. സോ എവിടേക്കാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഇപ്പോൾ ടോണർ പാർട്ടിക്കിൾസ് ഉണ്ട്. പ്രിൻറ്റ് ചെയ്യേണ്ടാത്തടം പോസിറ്റീവ് ചാർജായിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അവിടേക്ക് ടോണർ പാർട്ടിക്കിൾസ് വന്നിട്ട് ഹിറ്റ് ചെയ്യൂല. ടോണർ പാർട്ടിക്കിൾസിനെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യില്ല. സോ ഡ്രമ്മിൻ്റെ എവിടേക്കാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഇപ്പോൾ ടോണർ പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ബെൽറ്റ്. ട്രാൻസ്ഫർ ബെൽറ്റ് എന്നാ ചെയ്യും? പേപ്പറിനെ റോള് ചെയ്യും. ട്രാൻസ്ഫർ ബെൽറ്റ് പേപ്പറിനെ റോള് ചെയ്യും. ഈ പേപ്പറിനെ റോൾ ചെയ്യുന്ന സമയത്ത് പേപ്പറിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കും. സോ ട്രാൻസ്ഫർ ബെൽറ്റ് പേപ്പറിനെ റോൾ ചെയ്യും. റോൾ ചെയ്യുന്ന സമയത്ത് പേപ്പറിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കും. അപ്പോൾ ഈ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഡ്രം പാസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജുള്ള ടോണർ എങ്ങോട്ട് അട്രാക്റ്റഡ് ആവും? നെഗറ്റീവ് ചാർജുള്ള ടോണർ, അതായത് ഡ്രമ്മിലിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ടോണർ ഈ പേപ്പറിലേക്ക് അട്രാക്റ്റഡ് ആവും. സോ ട്രാൻസ്ഫർ ബെൽറ്റ് പേപ്പറിനെ റോൾ ചെയ്യുമ്പം പേപ്പറിന് പോസിറ്റീവ് ചാർജ് കൊടുക്കും. ഈ പേപ്പർ ഡ്രമ്മിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യുമ്പം ഡ്രമ്മിൽ ഉള്ള ടോണർ പാർട്ടിക്കിൾസിന് ഇപ്പം നെഗറ്റീവ് ചാർജാണ്, അത് ഈ പേപ്പറിലേക്ക് അട്രാക്റ്റ് ആവും. ഇനി നമ്മൾ ഈ പേപ്പറിനെ ഒരു ഹോട്ട് റോളേഴ്സിനിടയിൽ കൂടെ കടത്തിവിടും. എന്തിനാണ്? ഈ ടോണർ മെൽറ്റ് ആവാൻ വേണ്ടിയാണ്. ടോണർ മെൽറ്റായിട്ട് പേപ്പറിലേക്ക് ചേരാൻ വേണ്ടി ഹോട്ട് റോളേഴ്സിനിടയിൽ കൂടെ നമ്മൾ ഈ പേപ്പറിനെ പാസ് ചെയ്യിക്കും. സോ പേപ്പർ വീണ്ടും ഹോട്ട് റോളേഴ്സിനിടയിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഈ ടോണർ മെൽറ്റായിട്ട് പേപ്പറിൻ്റെ പുറത്തേക്കാവും. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂസർ യൂണിറ്റ്. സോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയാണോ പ്രിൻ്റ് എടുക്കേണ്ടത് ആ പ്രിൻ്റ് എടുക്കേണ്ടത് ലേസർ ബീം എന്ത് ചെയ്യും? മിറർ വഴി ഡ്രമ്മിലേക്ക് പതിപ്പിക്കും. ഡ്രമ്മിന് ആദ്യം പോസിറ്റീവ് ചാർജ് ആയിരുന്നു. എവിടേക്കാണോ ലേസർ ബീം വഴി പതിപ്പിക്കുന്നത് അവിടെയൊക്കെ നെഗറ്റീവ് ചാർജ് ആവും. ഈ ഡ്രം എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ഉള്ളിടം ടോണറിനെ അട്രാക്റ്റ് ചെയ്യും. ടോണറിൻ്റെ ചാർജ് എന്താ? കാർബൺ ഡോണർ പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ടോണർ ഡ്രമ്മിൻ്റെ എവിടേക്കാണോ നെഗറ്റീവ് ചാർജുള്ള അങ്ങോട്ട് അട്രാക്റ്റ് ആവും. എന്നിട്ട് ഡ്രമ്മിൽ വന്ന് പതിക്കും. ഡ്രമ്മിലിരിക്കുന്ന ടോണർ പാർട്ടിക്കിൾസ് ഇപ്പം നെഗറ്റീവ് ചാർജാണ്. ഡ്രമ്മിൽ പ്രിൻറ്റ് ചെയ്യേണ്ടാത്തടം പോസിറ്റീവ് ചാർജുമാണ്. ഇനി പേപ്പർ ട്രാൻസ്ഫർ ബെൽറ്റ് പാസ് ചെയ്യുമ്പം പേപ്പറിന് പോസിറ്റീവ് ചാർജാണ്. ഇപ്പോൾ ഈ പേപ്പറിലേക്ക് ഡ്രമ്മിലിരിക്കുന്ന ടോണർ പാർട്ടിക്കിൾസ് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ഈ ടോണർ പാർട്ടിക്കിൾസ് എവിടേക്കാവും? പേപ്പറിലേക്ക് പതിയും. ഇപ്പോൾ ഈ പേപ്പറിലെ പിന്നെ ഫ്യൂസിങ് യൂണിറ്റിൽ കൂടെ കടത്തിവിടും. എന്തിനാണ്? ടോണർ പാർട്ടിക്കിൾസ് മെൽറ്റായിട്ട് പേപ്പറിലേക്ക് ഫ്യൂസ് ആവാൻ വേണ്ടിയാണ് ഫ്യൂസിങ് യൂണിറ്റിൽ കൂടെ കടത്തിവിടുന്നത്. ഇത്രയുമാണ് ശരിക്കും ഒരു ലേസർ പ്രിൻ്ററിനകത്ത് സംഭവിക്കുന്നത്. ടോണർ കാർട്രിഡ്ജിനകത്ത് എന്താ ഉള്ളത്? ടോണർ കാർട്രിഡ്ജിനകത്ത് കളേർഡ് അല്ലെങ്കിൽ കാർബൺ അയൺ ഓക്സൈഡ് പൗഡറാണുള്ളത്. ഒന്നെങ്കിൽ കളേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. കളേർഡ് ഓർ കാർബൺ അയൺ ഓക്സൈഡ് പൗഡറാണുള്ളത്. അതിനെയാണ് നമ്മൾ ടോണർ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പൗഡറാണ്. ഇതാണ് ഫ്യൂസ് ചെയ്യുമ്പോൾ പേപ്പറിലേക്ക് മെൽറ്റ് ചെയ്യുന്നത്. ഈ ടോണർ കാർട്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കൺസ്യൂമബിൾ ഐറ്റമാണ്. കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകുമ്പോൾ നമ്മളിതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഡ്രം യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ സിലിണ്ടർ ആണ്. അതിൻ്റെ പുറത്തൊരു സ്പെഷ്യൽ കോട്ടിംഗ് ഉണ്ട്. ഈ ഡ്രം യൂണിറ്റിൻ്റെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. ഈ ഡ്രം യൂണിറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് കൊറോണ വൈറസിൽ നിന്നാണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഡ്രമ്മിനകത്തേക്ക് ലേസർ വന്ന് വീഴുന്നിടം പ്രിൻ്റ് ചെയ്യേണ്ടിടം നെഗറ്റീവ് ചാർജായിട്ടും മാറും. സോ ഇത്രയുമാണ് ലേസർ പ്രിൻ്ററിൻ്റെ വർക്കിങ്ങും അതുപോലെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസും. ഇനി നമ്മൾ ലേസർ പ്രിൻ്റർ നോക്കിക്കഴിഞ്ഞാൽ ലേസർ പ്രിൻ്ററിന് സ്പീഡ് കൂടുതലാണ്, ഫാസ്റ്ററാണ്. അതുപോലെ റണ്ണിങ് കോസ്റ്റ് നോക്കിയാൽ കാർട്രിഡ്ജാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. അതും എക്കണോമിക്കാണ്. അതുപോലെ ലേസർ പ്രിൻ്റർ റിലയബിൾ ആണ്. ബെറ്റർ പ്രിൻ്റ് ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റായിട്ട് തരുന്നതും ലേസർ പ്രിൻ്റാണ്. കാരണം ടോണർ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ പ്രിൻ്റ് ക്വാളിറ്റിയും ലേസർ പ്രിൻ്റർ തരുന്നുണ്ട്. താങ്ക്